അപ്പോൾ ഗൈസ് നമ്മൾ കുറേ മൈൻഡ് ചെയ്തൊരു കേവ് കണ്ടുപിടിച്ച് ഈ കേവിലാണെങ്കിൽ അയൺ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ലാപ്പിസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു ഫിഷ് ഫാം ഉണ്ടാക്കാൻ. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഫിഷ് ഫാം എന്ന് തന്നെ കേൾക്കുന്നത്. ഫാം ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. ഞങ്ങളധികം ഫാമൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇനി നമുക്ക് അയണിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇവിടെ കുറേ അയൺ ഉണ്ടാവും. എനിക്ക് എടുത്തുള്ള അയണൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്ന് ഫിഷ് ഫാമിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ അയൺ വേണ്ടി വരും ഗൈസ്. ഞാൻ ഈസി ആയിട്ടുള്ളത് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ശ്രമിക്കും ഗൈസ്. ഞാൻ മുകളിൽ പോയിട്ട് ഈ അയണൊക്കെ ഇതിൽ വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് പതുക്കെ ഇങ്ങനെ. പിന്നെ നമുക്ക് അയൺ ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ, അയൺ ഉണ്ടാക്കാനല്ല മൈൻകാട്ട് ഉണ്ടാക്കാനും കുറേ സാധനങ്ങൾ വേണം. പിന്നെ മൈൻകാട്ടും പിന്നെ റെയിലും അതൊക്കെ ഉണ്ടാക്കാൻ അയൺ വേണം ഗൈസ്. അതിനായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്ന ഫാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് കിട്ടിയതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ, അത്രയ്ക്ക് പാടൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് ഐറ്റംസ് മതി. അയൺ കിട്ടിയാൽ പിന്നെ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുറേ അയൺ വേണം ഗൈസ്. അതിനായിട്ട് ഞാനിത് ചെസ്റ്റ് കൊണ്ടുപോയി വെക്കട്ടെ. എൻ്റെ ഇപ്പോൾ 16 കുറേ അയൺ ഉണ്ട് ഗൈസ്. ചെസ്റ്റ് കാണുന്നതൊക്കെയല്ല, കുറേ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇങ്ങനെ ചെസ്റ്റ് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ട്രാപ്പ് ഡോർ വെക്കുക ഗൈസ്. ഇവിടെ ഒരെണ്ണം അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെയാവും. എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിലൊന്നും എഴുതണ്ട ഗൈസ്, ഇങ്ങനെ വയ്ക്കുക. ഇവിടെ ഇങ്ങനെയും കൂടി വയ്ക്കുക. കുനിഞ്ഞിട്ട് വയ്ക്കുമ്പോൾ ചെസ്റ്റ് തുറന്ന് വരില്ല. അതവിടെ അങ്ങനെ ഇരുന്നോളും. ഇങ്ങനെ വയ്ക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഒരു ലാവാ ബക്കറ്റ് വേണം. ആ ലാവി ഇവിടെ ഒഴിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. ആ വെള്ളം എന്നിട്ട് നമ്മളുടെ ചെസ്റ്റിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ചെസ്റ്റിൽ ഇങ്ങനെ വാട്ടർ വരും ഗൈസ്. ഇതേ കണ്ടോ, വാട്ടർ അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. ഇങ്ങോട്ടൊരു മീനെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. കടലിൽ പോയിട്ട് വല്ല മീനെ പിടിച്ചിട്ടാലും മതി. ഇതിന് നമ്മൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീസ്പോൺ ആവില്ല. നെയിം കൊടുത്തില്ലെങ്കിൽ ഡീസ്പോൺ ആവും. പക്ഷേ പിന്നെയും മീനെ പിടിച്ചിട്ടാലും മതി, അത് വർക്കായിക്കോളും. നമുക്കിനി ഇവിടെ ഇങ്ങനെ കുഴിക്കുക. ഓക്കെ, ഞാനിവിടെ കുഴിക്കുന്നുണ്ട്. 4 ഇങ്ങനെ കുഴിക്കുക. 4 കട്ട ബ്ലോക്ക് താഴത്തോട്ട് കുഴിക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് വയ്ക്കുക. അതിൻ്റെ മുകളിലല്ല ഗൈസ്, ഞാൻ ഇതിൻ്റെ പേരെന്ത് ചെയ്യുന്നു ഞാൻ മറന്നുപോയി. ഹോപ്പർ ഇതിൻ്റെ സൈഡിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള സാധനം ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ചെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് വർക്കാവുന്നുണ്ട്. ഓക്കെ ഗൈസ്, എൻ്റെ മടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വർക്കാവുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഗൈസ് കുനിഞ്ഞിരുന്നിട്ട് ചെസ്റ്റുമ്മയ്ക്ക് നോക്കിയിട്ടാണ് ഈ ഹോപ്പർ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാവും. എന്നിട്ട് ഈ റീൽ ഇവിടെ വയ്ക്കുക കുനിഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൈൻകാട്ട് വിത്ത് ഹോപ്പർ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ താഴത്ത് വെച്ചേക്കണ റെയിൽ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ എൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ തിരിച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഇവിടെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ 2 ബ്ലോക്ക് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഇത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്തിച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിലല്ല, എൻ്റെ മഡുണ്ട്, അത് വെച്ചിട്ട് ഒന്ന് മുകളിൽ കയറി പോവുക.
ഈ മഡൊക്കെ മുകളിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച ലാവയുടെ ബക്കറ്റ് ഇവിടെ ഇങ്ങനെ ഒഴുക്കി വിടുക ഗൈസ്. അവിടെ ഒരു ബ്ലോക്കിൻ്റെ താഴത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് ചെസ്റ്റൊക്കെ തുറക്കാൻ പറ്റും. ഇതിൽ നമ്മളുടെ മഡൊക്കെ ഇരിക്കുന്നുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ എന്തിച്ചാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിഷ് മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ ചൂണ്ടിണ്ടാവില്ല, അതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. തന്നെ മീൻ വന്ന് കൊത്തും നോക്കിയിരുന്നാൽ മതി. തന്നെ കൊത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഫിഷിംഗ് റോഡിൻ്റെ ഹെൽത്ത് പിന്നെ കുറയില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ കടലിൽ പോകുമ്പോൾ എന്തിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ വലിക്കണം, അല്ലെങ്കിൽ മീൻ പോവും. നമ്മുടെ മീനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഓട്ടോമാറ്റിക്കാണ്, ആ ചൂണ്ട അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ തന്നെ തിരിച്ച് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു കുഞ്ഞ ഫാമായിരുന്നു ഗൈസ്, ഫിഷിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഫിഷ് മാത്രം മതി. പിന്നെ ഞാൻ എൻ്റെ മേത്ത് ഹാർമർ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.